ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ഫസ്റ്റ് ലെഗിൽ ഇന്നലെ 4 മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നും 4 മത്സരങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇന്നലത്തെ 4 മത്സരങ്ങൾ ഏതൊക്കെയായിരുന്നു? ക്ലബ് ബ്രൂഗ് വേഴ്സസ് ആസ്റ്റൺ വില്ല. അത് ക്ലബ് ബ്രൂഗിൻ്റെ ഹോം ഗ്രൗണ്ടിൽ 3-1 എന്നുള്ള സ്കോർ ലൈനെ ആസ്റ്റൺ വില്ല പരാജയപ്പെടുത്തുന്നു. അതോടുകൂടിയിട്ട് ആസ്റ്റൺ വില്ല ഓൾമോസ്റ്റ് ക്വാർട്ടർ ഫൈനലിൽ എത്തി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റാണ് ഉനായ് എമറിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് നടന്ന 3 മത്സരങ്ങളും ഒരേ സമയത്തായിരുന്നു. അതായത് PSV വേഴ്സസ് ആർസണൽ മത്സരം, അതേപോലെ തന്നെ മാഡ്രിഡ് ഡാബി, പിന്നെ ബൊറൂഷ്യ ഡോട്ട്മുണ്ട് വേഴ്സസ് ലിൽ മത്സരം. ഇത് 3 ഒരേ സമയത്താണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാഡ്രിഡ് ഡാബി ആയിരുന്നു. PSV വേഴ്സസ് ആർസണൽ മത്സരത്തിൽ ആർസണൽ 7 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. 7-1 എന്നുള്ള സ്കോർ ലൈനാണ് PSVയെ തകർത്തുകൊണ്ട് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് ഓൾറെഡി എത്തിയിരിക്കുന്നത്. 7 ഗോളുകൾ, 6 ഡിഫറൻറ്റ് സ്കോറേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് എവേ മത്സരത്തിലെ റെക്കോർഡാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആർസണൽ ചെയ്തിട്ടുണ്ട്. അതും അവർക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ നിലകൊള്ളുന്ന ഒരു സിനാരിയോയിൽ ഒരു നാച്ചുറൽ സെൻറ്റർ ഫോർവേഡ് ഇല്ലാതെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതൊരു ഇൻക്രെഡിബിൾ സംഭവമാണ്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ഡോട്ട്മുണ്ട് ലിൽ മത്സരത്തെക്കുറിച്ചും. ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ മാഡ്രിഡ് ഡാബിയെക്കുറിച്ചാണ്. അതാണ് ഞാൻ കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. സാന്റിയാഗോ ബെർണബേയിൽ 2-1 എന്നുള്ള സ്കോർ ലൈന് ബദ്ധവരികളായിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിനെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഈ ടൈയിൽ ഒരു അഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡ് നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ പ്രിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, അതായത് എന്താണ് ഇത്തവണ ഒരുപക്ഷെ റയൽ മാഡ്രിഡ് കടന്നുകൂടില്ല എന്നുള്ളത്. 2 ലെഗ് കഴിയുമ്പോൾ അത്തരത്തിലൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലിയർലി ഒരു അഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡ് ഉണ്ട്. മെട്രോപൊളിറ്റാനോയിൽ എന്താണ് അത്ലറ്റിക്കോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോം ക്രൗഡിന് മുമ്പിൽ അവർക്ക് പോരാടാനുള്ളൊരു അവസരം ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. 1 ഗോളിൻ്റെ ഡെഫിസിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താണ് ആ മത്സരത്തിൽ ഒബ്വിയസ്ലി ജൂഡ് ബെല്ലിംഗാം തിരിച്ചു വരുന്നുണ്ട്. അത് റയലിനെ സംബന്ധിച്ചോളം ഒരു ഹ്യൂജ് ബൂസ്റ്റ് ആയിരിക്കും. നമുക്കറിയാം ജൂഡ് ബെല്ലിംഗാം എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഈ സൈഡിൽ ഉണ്ടാക്കും എന്നുള്ളത്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെഗിൽ കിലിയൻ എംബാപ്പയൊക്കെ വളരെ ആവറേജാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിലും നല്ലൊരു പെർഫോമൻസ് അതിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചില്ല. അതേ രീതിയിലായിരിക്കില്ലല്ലോ ഒരു പക്ഷേ സെക്കൻഡ് ലെഗിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും ക്ലിയർലി അഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡ് തന്നെയാണ്. പക്ഷേ ഓൾ ടു പ്ലേ ഫോർ മെട്രോപൊളിറ്റാനയിൽ എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്നലത്തെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ റയൽ മാഡ്രിഡ് പോലെയുള്ള ഈ സ്പെഷ്യൽ മിറാക്കിൾ ക്ലബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ? യൂറോപ്യൻ രാത്രികളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ 2014 സംഭവിച്ചു അതൊക്കെ തന്നെയാണ്. ആദ്യം അവരുടെ ഗലാക്റ്റിക്കുകൾക്ക് അങ്ങനെ ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് ബെയിലാണെങ്കിലും CR7 ആണെങ്കിലും അതേപോലെ തന്നെ ലുക്കിറ്റ ഉണ്ടായിരുന്നു, ബെൻസീമ ഉണ്ടായിരുന്നു, ഡിമറി ഉണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഇഞ്ചുറി ടൈമിൽ അന്ന് ആദ്യം പ്രഹരം ഏൽപ്പിക്കുന്നത് സെർജിയോ റാമോസ് ആണ്. പിന്നീട് ബാക്കിയുള്ളവരങ്ങോട്ട് ഏറ്റെടുത്തു. എക്സ്ട്രാ ടൈമിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കൊന്നു കളഞ്ഞു. ഈ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത്? അവരുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള കിലിയൻ എംബാപ്പെ ആണെങ്കിലും വിനി ജൂനിയർ ആണെങ്കിലും അത്ര നല്ല മത്സരമായിരുന്നില്ല. ഒരു ക്വയറ്റ് ഗെയിമായിരുന്നു ഈ 2 ചെങ്ങായിമാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ റോഡ്രിഗോ റൈറ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു ബാങ്ങർ അടിക്കുന്നു. അതേപോലെ തന്നെ ബ്രഹീം ഡിയാസ് ടീം ഒന്ന് പതറി നിൽക്കുന്ന സിനാരിയോയിൽ മാജിക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ടീമാണിത്. അതായത് ഇന്നാളടിക്കണമെന്നൊന്നുമില്ല. യൂറോപ്യൻ രാത്രികളിൽ ആരെങ്കിലൊക്കെ ആയിട്ട് കൃത്യസമയത്ത് അടിക്കാൻ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരിക്കും. അതാണ് റയൽ മാഡ്രിഡിൻ്റെ ഒരു പ്രത്യേകത. പിന്നെന്താണ്, ഫെഡേ വാൽവേർദെ പോലുള്ള ചങ്ങായിമാരൊക്കെ മരിക്കാൻ റെഡിയാണ്. ലുക്കിറ്റ ഈ 39ാമത്തെ വയസ്സിലും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സെക്കൻഡ് ഹാഫിൽ വരുന്നു. ചൊമേനി നല്ല രീതിയിൽ കളിക്കുന്നു. റുഡിഗർ അസൻസിയോ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു. മെൻഡി മോശമില്ലാത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ചില ആളുകളുടെ ഫോം മങ്ങിപ്പോയാലും ബാക്കിയുള്ളവർ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനുണ്ടാകും. അതേപോലെ തന്നെ ഈ ഒപ്പോസിഷൻ ടീമിൽ ഉണ്ടാക്കുന്ന ഒരു ഫിയർ ഫാക്ടർ ഉണ്ടല്ലോ, അത് തള്ളിക്കളയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമല്ല. നമ്മൾ ടാക്ടിക്സിനെ കുറിച്ചും ഗെയിം പ്ലാനെക്കുറിച്ചും വാദോരാതെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ പ്ലേയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, പ്ലേയേഴ്സ് മത്സരത്തിൽ കാണിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അത് മത്സരത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള സംഭവമാണെന്നുള്ള കാര്യം ഓർക്കണം. അത്തരത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത് 3 ഫിൽത്തി ഗോളുകളാണ്. അൺബെലീവബിൾ സ്ട്രൈക്കുകളാണ്. 3 ട്രെമെൻഡസ് ഗോളുകൾ. അത് ഒരെണ്ണം അത്ലറ്റിക്കോ മാഡ്രിഡ് അടിക്കുന്നു, 2 റയൽ മാഡ്രിഡ് അടിക്കുന്നു. അപ്പോൾ അതിൽ തന്നെ ആ റോഡ്രിഗോയുടെ ഗോളാണെങ്കിലും ബ്രഹീം ഡിയാസിൻ്റെ ഗോളാണെങ്കിലും ഹ്യൂലിയൻ അൽവാരസിൻ്റെ ഗോളാണെങ്കിലും അതിലുള്ള ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അത് എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ എക്സ്ട്രാ ആ ഒരു എഫേർട്ട് കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്ന പ്ലെയേഴ്സ് ടീമിൽ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് അതും ചെറുതൊന്നല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനെ ഒരു ചർച്ച നമ്മൾ ഇടുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്ലെയർ
ഫെഡെ വാൽവെർദെ ആണെന്നുള്ളതാണ്. ഫെഡെ വാൽവെർദെ എന്ന് പറയുന്ന എൽ ഹാൽക്കൺ ഇന്നലത്തെ മത്സരത്തിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ 100% ഫിറ്റൊന്നും അല്ലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ മാൻ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിലും ആൾ പൂർണ്ണമായിട്ട് ഫിറ്റൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്താണ് ആ ഒരു എക്സ്ട്രാ എഫേർട്ട്, ടീമിന് വേണ്ടിയിട്ട്, ബാഡ്ജിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കൊടുക്കാനുള്ള ആ ഒരു ത്വരയുണ്ടല്ലോ, അത് ഒരു വല്ലാത്ത സംഭവം തന്നെയാണ്. ഫെഡെ വാൽവെർദെ ഇന്നലെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് കളിച്ചത്. ഇത് എത്രാമത്തെ തവണയാണ് നമ്മൾ ഈ ചെങ്ങായിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഫുട്ബോളർ ഉണ്ടോ എന്നുള്ളത് സംശയമായിട്ടുള്ളൊരു സംഭവമാണ്. പലരും ഇപ്പോഴും ചെങ്ങായിയുടെ ആ വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, റയൽ മാഡ്രിഡ് ഫാൻസിന് എന്താണ് ഫെഡെ വാൽവെർദെ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സിനാരിയോയിൽ ഫെഡെ വാൽവെർദെ ടീമിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബെസ്റ്റ് ഇൻ ദ വേൾഡ് കാറ്റഗറിയിൽ ഒരിക്കലും ഫെഡെ വാൽവെർദെ ആളുകൾ ഉൾപ്പെടുത്തി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ രീതിയിൽ സംസാരിക്കേണ്ട തരത്തിലൊരു പ്ലെയർ ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആൾ റൈറ്റ് ബാക്ക് ആയിട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. പക്ഷേ ആ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ ബെസ്റ്റ് റൈറ്റ് ബാക്ക് കളിക്കുന്ന രീതിയിലാണ് ചെങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അസിസ്റ്റ് ഫാന്റാസ്റ്റിക് ആയിരുന്നു. അതേപോലെ തന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിഫെൻസീവ് ആക്ഷൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. വാട്ട് എ പ്ലെയർ മാൻ. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പൊതിഞ്ഞു കൊണ്ടുവച്ചേക്ക്. അത്രയും സേഫായിട്ട് വെക്കേണ്ട തരത്തിലുള്ളൊരു മുതലാണത്. അപ്പോൾ ആളെ ഇഞ്ചുറി പറ്റാണ്ട് സൂക്ഷിച്ച് വെക്കേണ്ട തരത്തിലുള്ള ഒരു പ്ലെയറാണ്. കാരണം റയലിനെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർമാരിൽ ഒരാളാണ് ഫെഡെ വാൽവെർദെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, അല്ലേ? അപ്പോൾ അത്തരത്തിൽ എൽ ഹാൽക്കൻ്റെ മറ്റൊരു ഫാന്റാസ്റ്റിക് ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗ്രേറ്റ് ഫുട്ബോളറാണ് ചങ്ങായി. അപ്പോൾ ആളാ റൈറ്റ് ബാക്കിൽ കളിക്കുന്നു. തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കാണാണ്. ആ ഒരു പാസ് ഉണ്ടല്ലോ, വാട്ട് എ പാസ് മാൻ. അതായത് പിന്നെ കമോയിങ്കയും ചൊമേനിയുമാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രഹീം ഡിയാസാണ് ജൂഡ് ബെല്ലിംഗാമിന് പകരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു യൂഷ്വൽ ഫ്രണ്ട് ത്രീ എന്താണ് ഓഫ് ദ ബോൾ ഒരു 4-4-2 ഷേപ്പിലും ഓൺ ദ ബോൾ കിട്ടുമ്പോൾ അതൊരു 4-2-4 രീതിയിലേക്ക് മാറുന്ന തരത്തിലായിരുന്നു റയൽ മാഡ്രിഡ് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ആ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ഗോൾ റയൽ മാഡ്രിഡ് അടിക്കുകയാണ് സാന്റിയാഗോ ബെർണബേയിൽ ആ ക്രൗഡിന് മുമ്പിൽ. റോഡ്രിഗോ ആണെങ്കിൽ 9 മത്സരങ്ങളായിട്ട് ഗോളുകളൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. ഓക്കെ, അങ്ങനെ ഹാവി ഗാലനാണ് ആ ലെഫ്റ്റ് ബാക്കിലുണ്ടായിരുന്നത്. ഈ ഹാവി ഗാലൻ ഒരു വൾണറബിലിറ്റി പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ പ്രിവ്യൂലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ യമീൻ യമാലൊക്കെ ചങ്ങാനെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബാഴ്സലോണ മത്സരത്തിൽ എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അവിടെ ആ പാസ് ഫെഡെ വാൽവെർദെ ഹാഫ് ലൈനിൽ നടന്ന് കൊടുക്കുന്ന സിനാരിയോയിൽ ഒരു ഹൈലൈൻ പോലെയായിരുന്നു, കുറച്ച് ഹൈലൈൻ പോലെയായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഹാവി ഗാലൻ്റെ പൊസിഷനിങ് അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ ഈ ബോൾ ഫെഡയുടെ അടുത്ത് റിസീവ് ചെയ്യുമ്പോൾ തന്നെ റോഡ്രിഗോ റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റോഡ്രിഗോ വിട്ട് നല്ല രീതിയിൽ ആ ഒരു റൈറ്റ് സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഹാവി ഗാലിൻ്റെ പുറകിലൂടെ അദ്ദേഹം റൺ ചെയ്യാണ്. ബ്യൂട്ടിഫുൾ പാസ് സെർവ് ചെയ്ത് കൊടുക്കുകയാണ് ഫെഡെ വാൽവെർദെ. പിന്നെ അവിടെ റോഡ്രിഗോ നിങ്ങളുടെ പുറകിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അദ്ദേഹം കട്ട് ഇൻ സൈഡ് ചെയ്ത് വരുന്നു. ലോങ് ലേ എന്ന് പറയുന്ന ഡിഫൻഡർ മത്സരത്തിൽ മൊത്തത്തിൽ നല്ല രീതിയിലാണ് ചെങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സിനാരിയോയിൽ റോഡ്രിഗോ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. തൻ്റെ വീക്കർ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു ബാങ്ങർ അടിച്ചു കയറ്റാണ് റോഡ്രിഗോ. വാട്ട് എ ഗോൾ. അങ്ങനെ 1-0 ലീഡ്. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ 9 മത്സരങ്ങളായിട്ട് ഗോൾ അടിച്ചിട്ടില്ല റോഡ്രിഗോ. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ബിഗ് സ്റ്റേജിൽ എന്താണ് റൈവൽസിനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ മാഡ്രിഡ് ഡാർബിയിൽ ചങ്ങായി ഡെലിവറി ചെയ്യുന്നു. 25 ചാമ്പ്യൻസ് ലീഗ് ഗോളുകളായി ഇപ്പോൾ റോഡ്രിഗോ റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ അടിക്കുന്നു. അതായത് ആകെ 5 താരങ്ങൾ മാത്രമേ റയലിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചാമ്പ്യൻസ് ലീഗ് ഇറയിൽ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഇറയിൽ 25+ ഗോളുകൾ അടിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയണം. അത് ആരൊക്കെയാണ്? ഒന്ന് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അയാളുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 105 അതൊരു വേറെ ലെവൽ നമ്പറാണ്. പിന്നെ ബെൻസീമ 78 ഗോളുകൾ, റൗൾ ഇതിഹാസം 66 ഗോളുകൾ, വിനി ജൂനിയർ 28, റോഡ്രിഗോ 25. അപ്പോൾ അഗെയിൻ ഈ റോഡ്രിഗോയുടെയും ഇമ്പോർട്ടൻസിനെ റയൽ മാഡ്രിഡ് ആരാധകർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ മറ്റുള്ളവർ അത്രത്തോളം അങ്ങോട്ട് വില കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 25 ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ അടിച്ചിട്ടുണ്ട്. വിനി ജൂനിയർ 28. അപ്പോൾ ഇതിൽ തന്നെ എത്ര ക്ലച്ച് മൊമെൻറ്റിൽ റോഡ്രിഗോ ഡെലിവറി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അങ്ങനെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മത്സരത്തിൽ റോഡ്രിഗോ ഡെലിവറി ചെയ്യുന്നു. ആ ഗോളിന് ശേഷം റയൽ മാഡ്രിഡ് നല്ല എനർജിയോടുകൂടി തന്നെ കളിക്കുന്നു. അവിടെ നിന്ന് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ റുഡിഗറിൻ്റെ ഡിഫൻസിൽ നിന്നുള്ള നല്ലൊരു ഡയഗണൽ ബോൾ റോഡ്രിഗോക്ക് തന്നെ കൊടുക്കുന്നു. അഗെയിൻ ഹാവി ഗാലിൻ്റെ പുറകിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിലുള്ള റോഡ്രിഗോയുടെ ഫസ്റ്റ് ടച്ചിൻ്റെ പൊന്നോ, അത് എളുപ്പമല്ല. ആ ഫസ്റ്റ് ടച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രൈഡിലേക്കാണ് അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് എ ടച്ച് മാൻ. അപ്പോൾ ഹാവി ഗാലൻ പിന്നെ അവിടെ ഒരു ഗുസ്തിക്കുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റോഡ്രിഗോ ബോക്സിൽ വീഴുന്നു. അവിടെ ഒരു പെനാൽറ്റി ഷൗട്ട് റോഡ്രിഗോയുടെ ഭാഗത്ത് നിന്ന് വരുന്നു, റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. പക്ഷേ റെഫറി അത് കൊടുത്തില്ല.
അത് VR എന്താണ് കൃത്യമായിട്ട് പറഞ്ഞത് എനിക്കറിയില്ല. VR റെഫറിയോട് സ്ക്രീനിൽ പോയി നോക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അത് പെനാൽറ്റി കൊടുക്കാവുന്ന തരത്തിലുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം കൃത്യമായിട്ടും അവിടെ ഹാവി ഗാലൻ പിന്നെ റോഡ്രിഗോയുടെ കൈൻ്റെ ഇടയിൽ കയറി പിടിച്ചിട്ട് അദ്ദേഹത്തെ തള്ളിയിടുന്നുണ്ട് ആ ഒരു മൊമെൻറ്റിൽ. ബോഡി പോസ്ചറും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു പുഷുണ്ട്, അവിടെ ഒരു ഫൗളുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ റെഫറി അതൊരു 50-50 ആയിട്ട് കാണുന്നു. അതുകൊണ്ട് ചെങ്ങായി അത് പെനാൽറ്റി കൊടുത്തില്ല. ഒരു പക്ഷേ സ്ക്രീനിൽ പോയി നോക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മാറ്റിയേനെ എന്നുള്ള കാര്യം ഓർക്കണം. ഇത്തരത്തിലുള്ളത് കൊടുക്കാതിരിക്കുന്നത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു. പിന്നെയും നല്ലൊരു മൊമെൻറ്റ് നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സിൽ നിന്ന് കാണാൻ. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ബ്രഹീമും വിനിയും നല്ല രീതിയിൽ കമ്പൈൻ ചെയ്യുന്നു. അതിൽ ബ്രഹീമിൻ്റെ ആ ഒരു ബാക്കിൽ പാസ് വിനി കൊടുക്കുന്നു. വിനി ബോക്സിലേക്ക് അങ്ങോട്ട് കയറി വരികയാണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന്. അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ഹിമിനസ് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നു. അദ്ദേഹം നല്ല രീതിയിൽ സ്ലൈഡ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. വിനിക്ക് അവിടെ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാമായിരുന്നു, ബെറ്റർ ഷോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതൊക്കെ ചോദ്യമായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ആ മൊമെൻറ്റുകൾക്കൊക്കെ ശേഷം ഇതൊരു 10-12 മിനിറ്റിലാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ മെല്ലെ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിലേക്ക് വരുന്നൊരു സിനാരി നമ്മൾ കാണുന്നു. പിന്നെന്താണ് റയൽ മാഡ്രിഡ് നമ്മൾ വിചാരിച്ചത് ഇനിയിപ്പോൾ റോഡ്രിഗോയിലേക്ക് ബോൾ കൊടുത്ത് ഇത് തന്നെയായിരിക്കും ഒരു പാറ്റേൺ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അല്ല, പിന്നെ മെല്ലെ വലിയുന്നു റയൽ മാഡ്രിഡ്. മെല്ലെ പൊസഷൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ഹാൻഡിൽ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ആന്ത്വാൻ ഗ്രീസ്മാനും അൽവാരസുമാണ് സ്ട്രൈക്ക് പാർട്ട്നേഴ്സായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. മിഡ്ഫീൽഡിൽ ബാരിയോസും ഡിപ്പോളും, ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് സാമുലിനെയും, റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് ജൂലിയാനോ സിമിയോണിയും, ഡിഫൻസിലേക്ക് പോയാൽ ലൊറൻറ്റിയാണ് റൈറ്റ് ബാക്ക് ആയിട്ടാണ്, ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഗാലൻ, പിന്നെ ഹാർട്ട് ഓഫ് ദി ഡിഫൻസിൽ ഹോസെ ഹിമിനസും ലോങ്ലി ഉണ്ടായിരുന്നു ഒബ്ലാക്ക് കീപ്പറായിട്ട്. റയലിനെ സംബന്ധിച്ചോളം റുഡിഗറും അസൻസിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. കാർലോ അൻചെലോട്ടിയെ സംബന്ധിച്ചോളം ഡിസിഷനിലൊന്നും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല. ഗ്രീസ്മൻ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ആ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ ഒരു എക്സ്ട്രാ മാനാകാനുള്ള ശ്രമം, അത്തരത്തിൽ ആ ഒരു കൺട്രോൾ മിഡ്ഫീൽഡിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് കൊടുക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ പിന്നെ കുറേ നേരം പൊസഷൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ഹാൻഡിൽ ചെയ്യാണ്. റയൽ മാഡ്രിഡ് ആണെങ്കിൽ സ്ലോപ്പി ആകാണ് പൊസഷനിൽ. കമവിംഗൊക്കെ വെറുതെ ബോൾ കളയുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഇവിടെ എന്താ സംഭവം വെച്ചാൽ കിലിയൻ എംബാപ്പെ ആ സെൻറ്റർ ഫോർവേഡായിട്ടാണ് കളിക്കുന്നത്, വിനി ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ റോഡ്രിഗോ. അപ്പോൾ റോഡ്രിഗോ ആ ഒരു വളരെയധികം വൈഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കിലിയൻ എംബാപ്പയെ സംബന്ധിച്ചോളം റോഡ്രിഗോയുമായിട്ട് അങ്ങോട്ട് ലിങ്ക് ചെയ്ത് കളിക്കാൻ പറ്റുന്നില്ല. വിനിയും എംബാപ്പയും തമ്മിൽ അത്ര നല്ല സിംഗിളല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവരെയൊക്കെ ലിങ്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നത് ജൂഡ് ബെല്ലിംഗാമാണ്, അല്ലേ? ജൂഡ് ബെല്ലിംഗാമാണ് പിന്നെ എംബാപ്പയുമായിട്ട് നല്ല സിംഗിൾ കളിക്കുന്ന ഒരാൾ. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജൂഡ് ബെല്ലിംഗം കളിക്കുമ്പോഴാണ് എംബാപ്പെ കൂടുതൽ ബെസ്റ്റ് അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ എംബാപ്പെ ആണെങ്കിൽ അദ്ദേഹം സർവീസ് കിട്ടുമ്പോൾ വളരെ സ്ലോപ്പി ആകുന്നു. അദ്ദേഹം ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ബോൾ റിസീവ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എന്താണ് ഒരു പൊസഷനിലൊരു കൺവിക്ഷൻ ഇല്ലാതെയാണ് റയൽ മാഡ്രിഡ് കളിക്കുന്നുണ്ടായിരുന്നത്. അത്ലറ്റിക് മാഡ്രിഡ് പൊസഷൻ വെക്കുന്നു, പക്ഷേ അത് വെച്ചിട്ട് അങ്ങോട്ട് കാര്യമായിട്ട് ത്രെട്ടൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരവസരത്തിലെന്ന് പറഞ്ഞാൽ ഫെഡെ വാൽവെർദെ ഒരു ക്രോസ് ഫീൽഡ് പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നു, അത് മിസ്പ്ലേസ്ഡ് ആകുന്നു. അതൊരു കൗണ്ടർ അറ്റാക്കിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നു അത്ലറ്റിക്കോ സംബന്ധിച്ചോളം. പക്ഷേ അത് ഡിപ്പോളിൻ്റെ അടുത്ത് ബോൾ നഷ്ടപ്പെടുന്നു, ഗ്രീസ്മാൻ്റെ അടുത്തും ബോൾ നഷ്ടപ്പെടുന്നു. അത് എന്നിട്ട് റയലിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്കിൽ അവസാനിക്കുന്നു. വിനി ജൂനിയറിൻ്റെ ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള ഒരു അറ്റംപ്റ്റ് നേരെ ഒബ്ലാക്കിൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഷോട്ടിൽ വെനം ഉണ്ടായിരുന്നില്ല, അതുള്ള കാര്യം ഓർക്കണം. പിന്നെ എന്താണ് ജൂലിയാനോ സിമിയോണിയും ഡിപ്പോളും റൈറ്റ് സൈഡിൽ കമ്പൈൻ ചെയ്തതിന് ശേഷം ജൂലിയാനോ സിമിയോണി ബോക്സിലേക്ക് കയറി വന്നിട്ട് ആ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നു ആ ഒരു 6 സൈഡിലേക്ക്. അത് തിബോ കോർട്ടോയ്ക്ക് തടയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ കൃത്യമായിട്ടും സാമുലിനോയിലേക്ക് ബോൾ എത്തുന്നതിന് മുമ്പ് ആ പ്ലെയറിൻ്റെ മുന്നിൽ വന്നിട്ട് അത് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഫെഡെ വാൽവെർദെയാണ്. ഫെഡെ വാൽവെർദയുടെ അവിടുത്തെ ആ ഒരു ഡിഫെൻസീവ് അവയർനെസ് ഫാന്റാസ്റ്റിക് ആയിരുന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഫെഡെ വാൽവെർദെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ മൊമെൻ്റൊക്കെ എഴുതുന്നു. പിന്നെ മെല്ലെ ഞാൻ പറഞ്ഞ പോലെ ഈ ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് അത്ലറ്റിക്കോ മാഡ്രിഡാണ് എടുക്കുന്നത്. അങ്ങനെ ഔട്ട് ഓഫ് നോ വെയർ ഒരു വല്ലാത്തൊരു ഗോള് അൽവാരസ് അടിക്കുകയാണ്. അപ്പോൾ അതിൽ കമവിംഗയുടെ ഡ്യൂല് വിൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ഹാവി ഗാലൻ ലെഫ്റ്റ് വിങ്ങിൽ ലെഫ്റ്റ് ചാനലിലേക്ക് റൺ ചെയ്തിട്ടുള്ള ഹൂലിയൻ അൽവാരസിനെ പിക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കമവിംഗ ഉണ്ട്. പക്ഷേ കമവിംഗ അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നു, ബോൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ചാലഞ്ച് അത്ര പോരായിരുന്നു. അപ്പോൾ എന്താണ് അൽവാരസ് എന്നിട്ട് ആ ഒരു ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ഇതുവരെയാണ്. കമവിംഗയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അൽവാരസ് പിന്നെ കട്ടിൻ സൈഡ് ചെയ്തിട്ടേ അവിടെ നിന്ന് എങ്ങനെയാണ് കോർട്ടുവ എന്ന് പറയുന്ന ആ ഒരു വേൾഡ് ക്ലാസ് കീപ്പറെ ബീറ്റ് ചെയ്യുക? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. അത്രയും
വേൾഡ് ക്ലാസ് സ്ട്രൈക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സിനാരിയോയിൽ നിന്ന് ആ ലെഫ്റ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്ത് വരുന്ന സിനാരിയിൽ അദ്ദേഹത്തെ ബീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു ക്ലീൻ സ്ട്രൈക്കർ ഓഫ് ദ ബോളാണ് അൽവാരസ് എന്നുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല ബിഗ് സ്റ്റേജസിൽ ഡെലിവറി ചെയ്യുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു വിനോദമാണ്. അങ്ങനെ ചെങ്ങായി അങ്ങോട്ട് കട്ട് ഇൻസൈഡ് ചെയ്ത് വന്നിട്ട് ആ റൈറ്റ് ഫുട്ട് കൊണ്ട് ഒരു കേളർ സാധനം കൊണ്ട് അടിക്കുകയാണ്. അത് കോർട്ട് ചാടി നോക്കി, നോ രക്ഷ, അത് പോസ്റ്റ് തട്ടിയിട്ട് വലയിലേക്ക് പോവാണ്. വാട്ട് എ ഫിനിഷ് മാൻ, ഔട്ട് ഓഫ് നോ വെയർ. അമ്മാതിരി ഒരു സാധനമാണ് ഹൂലിയൻ അൽവാരസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ഗ്രേറ്റ് ഗോൾ, ഗ്രേറ്റ് സ്ട്രൈക്ക്. കമോവിംഗ ബോൾ എടുക്കാൻ ശ്രമിച്ചു, നടക്കുന്നില്ല, കൊതറിപ്പോയിട്ട് അദ്ദേഹം ലെഫ്റ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ബാങ്, വാട്ട് എ ഗോൾ മാൻ. അങ്ങനെ മത്സരത്തിലേക്ക് അത്ലറ്റിക് മാഡ്രിഡ് തിരിച്ചു വരുന്നു. പിന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഫെഡേ വാൽവേർദെ വൺസ് അഗൈൻ ആ ഒരു അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. ചൊമേനിയുടെ നല്ലൊരു ബോൾ പിന്നെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുള്ള പിന്നെ ഫെഡേ പിക്ക് ചെയ്യുന്നു. അപ്പോഴും റൈറ്റിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് റോഡ്രിഗോനെ, ലെഫ്റ്റിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വിനിയാണ്. അപ്പോൾ ഫെഡേ സംബന്ധിച്ചോളം ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങുമ്പോൾ ആംഗിൾ അത്ര നല്ലതല്ല, എന്നിട്ടും ഷോർട്ട് അൺലീഷ് ചെയ്യുന്നു. അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുന്നു. അത് നേരെ ഒബ്ലാക്കിലേക്കാണ് പോയിരുന്നത്, ഒബ്ലാക്ക് സേവ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ പൊസഷൻ കൂടുതൽ സിമിയോൻ്റെ ടീമിനായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ അറ്റംപ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 5 അറ്റംപ്റ്റുകൾ റയൽ മാഡ്രിഡ് നടത്തുന്നു. അതിൽ 3 അവർ ടാർഗറ്റിലേക്ക് അടിക്കുന്നു. 3 അറ്റംപ്റ്റുകളെ സിമിയോൻ്റെ ടീം നടത്തിയിട്ടുള്ളൂ. അതിൽ 1 അവർ ടാർഗറ്റിലേക്ക് അടിക്കുന്നു. പക്ഷേ 54% പൊസഷൻ പിന്നെ സിമിയോൻ്റെ ടീമിനായിരുന്നു. 46% പൊസഷൻ മാത്രമേ അത്ലറ്റിക് മാഡ്രിഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡ് ആ 10-12 മിനിറ്റിന് ശേഷം പിന്നെ അങ്ങോട്ട് വലിഞ്ഞിറങ്ങുന്നു. പിന്നെയാണ് ആ ഒരു ഗോള് ഔട്ട് ഓഫ് നോവെയർ സിമിയോൻ്റെ ടീം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ റയൽ മാഡ്രിഡിൻ്റെ പ്രസ്സിംഗ് ഒക്കെ വളരെ വളരെ ആവറേജ് ആയിരുന്നുള്ള കാര്യം ഓർക്കണം. അതായത് ആ ഫ്രണ്ട് ടു പ്രധാനമായിട്ടും എംബാപ്പയും മിനിയൊന്നും കാര്യമായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ ആ 4-4-2 ഷേപ്പിൽ ആ മിഡ് ബ്ലോക്കിൽ നിൽക്കാനാണ് ശ്രമിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ആ മിഡ് ബ്ലോക്കിൻ്റെ ഇടയിലൂടെയൊക്കെ പാസ് ചെയ്യാനൊക്കെ അത്ലറ്റിക് മാഡ്രിഡിന് സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വെച്ചിട്ട് അവർക്ക് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് അത്ലറ്റിക് മാഡ്രിഡിൻ്റെ പോരായ്മയാണ് ആ ഒരു ഫൈനൽ തേർഡിലുള്ളത്. പക്ഷേ അവരുടെ ആ ഒരു മിഡ് ബ്ലോക്കിനൊക്കെ മറികടന്നിട്ട് പോകാൻ അത്ലറ്റിക് മാഡ്രിഡിന് സാധിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഗ്രീസ്മൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതായിരുന്നു. അദ്ദേഹം ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്ന സിനാരിയോ. അതുപോലെ ഡിപ്പോളും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതാണ്. ഹൂലിയൻ അൽവാരസ് ഒക്കെ ഓഫ് ദ ബോൾ കൊടുക്കുന്ന വർക്ക് റേറ്റ് അതൊക്കെ സെൻസേഷനാണെന്നുള്ള കാര്യം ഓർക്കണം. ബോൾ നഷ്ടപ്പെടുന്ന സിനാരിയോയിൽ ചില വേവേഡ് പാസുകൾ ബാരിയോസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബോൾ നഷ്ടപ്പെടുമ്പോൾ ഗാലനൊക്കെ ബോൾ നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള അവരുടെ കൗണ്ടർ പ്രസ്സിംഗ് ഒക്കെ നല്ലതായിരുന്നു എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഈവൻ ഈ ഡിഫൻഡർമാരും ആ ഒരു ഹാഫ് ഫെയിലിൻ്റെ അടുത്ത് കയറി വന്നിട്ടൊക്കെ ലോങ് ലെയും ഹിമിനസൊക്കെ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യുന്ന ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അതിൽ കിലിയൻ എംബാപ്പയൊക്കെ ബോൾ നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ റയലിനെ സംബന്ധിച്ചോളം അത്ര നല്ലൊരു ഹാഫ് ആയിരുന്നില്ല ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും എന്താണ് അത്ലറ്റിക് മാഡ്രിഡ് നല്ല രീതിയിൽ പൊസഷൻ ഹാൻഡിൽ ചെയ്തിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കിലിയൻ എംബാപ്പയുടെ ഒരു അറ്റംപ്റ്റ് നമ്മൾ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു 35-40 വാരാകിലൊന്നും കണ്ടായിരുന്നു. അത് നേരെ ബ്ലാക്കിൻ്റെ കയ്യിലേക്ക് പോകുന്നു. അത്രേ ഉള്ളൂ. ആൾ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ആൾക്കത് എന്താണ് ഗെയിമിൽ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. കമോവിംഗയെ സംബന്ധിച്ചോളം എന്താണ് അദ്ദേഹം ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ ഒരു മോശം ഗെയിമായിരുന്നു. ചൊമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കമോവിംഗ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ആക്ഷൻ ആണെങ്കിലും അദ്ദേഹം ബോൾ പ്രോഗ്രസ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും അത്ര നല്ലതായിരുന്നില്ല. പക്ഷേ സ്റ്റിൽ എന്താണ് ഈ ഡയഗണലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് കൊടുക്കാനുള്ള കമോവിംഗയുടെ ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ ചൊമേനിയൊന്നും കാര്യമായിട്ട് അത് ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് നമുക്കറിയാം റയൽ മാഡ്രിഡ് ഒരു ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ടോണി ക്രോസ് അതിടയ്ക്ക് സ്വിച്ച് നടന്ന് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അത് നിരന്തരം നടന്ന് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ആ രീതിയിൽ ഈ പിന്നെ ലോ ബ്ലോക്കിലിരിക്കുന്ന നല്ല കോമ്പാക്റ്റ് ആയിരിക്കുന്ന ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും. ആ ഡയഗണലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. അതിപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. കമോവിംഗൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര എന്താ പറയുക പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ മത്സരത്തിലൊരു എന്താ പറയുക ഒരു ഫ്രസ്ട്രേഷനിലൂടെ റയൽ മാഡ്രിഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ക്രൗഡും ഒന്ന് ഇത്തിരി അജിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സിനാരിയോയിലാണ് 55-ാമത്തെ മിനിറ്റിൽ ബ്രഹീം ഡിയാസ് ഒരു വല്ലാത്തൊരു ഗോൾ അടിക്കുന്നത്. അപ്പോൾ അതിൽ മെൻഡി അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, വിനി ജൂനിയറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഒബ്വിയസ്ലി ബ്രഹീം ഡിയാസിൻ്റെ മാജിക് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഈ ബ്രഹീം ഡിയാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വിക്ക് ഫുട് വർക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പ്ലെയേഴ്സ് അദ്ദേഹത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ സിനാരിയിലും അത് തന്നെയാണ് സംഭവിച്ചത്. അത്ലറ്റിക് മാഡ്രിഡ് പ്ലെയേഴ്സ് അദ്ദേഹത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ മെൻഡി അദ്ദേഹത്തിലേക്ക് പാസ് കൊടുത്തിട്ട് ബ്രഹീം ഡിയാസ് ആ പാസ് റിസീവ് ചെയ്യുന്നു. അദ്ദേഹത്തിലേക്ക് ഒബ്വിയസ്ലി പ്ലെയേഴ്സ് അട്രാക്റ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ അവിടെ ഒരു സ്പേസ് പുറകിലുണ്ട്. ആ സ്പേസിലേക്ക് റണ്ണ് മെൻഡി നടത്തുന്നു. മെൻഡി യൂഷ്വലി അത്തരത്തിലുള്ള റണ്ണുകൾ ഒരുപാട് നടത്താറില്ല. പക്ഷേ ഈ സിനാരിയിൽ നല്ല റണ്ണ് നടത്തുന്നു. ബ്രഹീം ഡിയാസ് തൻ്റെ അടുത്ത് നിൽക്കുന്ന വിനിക്ക് പാസ് കൊടുക്കുന്നു. വിനി ഈ റണ്ണ് കാണുന്നുണ്ട്. അപ്പോൾ വിനിയുടെ ഫസ്റ്റ് ടച്ച് പാസ് മെൻഡിക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ബ്രഹീം തിരിഞ്ഞ് വരുന്നുണ്ട്. മെൻഡി അത് ബ്രഹീമിന് കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ബ്രഹീം ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട്. ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലാണുള്ളത്.
അവിടെ നിന്ന് ഗോളടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അത്ലറ്റിക് മാഡ്രിഡിൻ്റെ പ്ലെയേഴ്സ് അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. ഹൊസെ ഹിമെനസ് നല്ലൊരു ഡിഫൻഡറാണ്, ചങ്ങായി ഉണ്ട്. ജൂലിയാനോ സിമിയോണി ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. പക്ഷേ ജൂലിയാനോ സിമിയോണി സംബന്ധിച്ചോളം കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവിടെ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമായിരുന്നു. അവിടെ ബ്രഹീം ഡിയാസ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വിക്ക് ഫുട് വർക്കിൽ നമ്മുടെ ഹൊസെ ഹിമെനസ് താഴെ വീണ് സാഷ്ടാംഗം പ്രണമിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വീണുപോയി. എന്നതിന് ശേഷം അവിടെ ഒരുപാട് പ്ലെയേഴ്സ് കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഇനിയൊരു ഗോൾ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഗോള് അടിക്കണമെങ്കിൽ അത് ഫാർ പോസ്റ്റിലേക്ക് അടിക്കണം. ഒബ്ലാക്കിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക് മാത്രം അടിച്ചാലേ അത് ഗോളാവുള്ളൂ. ബാക്കി എവിടെ അടിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടും, അല്ലെങ്കിൽ കീപ്പർ സേവ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയറിൻ്റെ മേത്ത് തട്ടും. പക്ഷേ എന്നിട്ട് അദ്ദേഹം ഫിനെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു ലോ ബോട്ടം കോർണറിലേക്ക് അത് പ്ലേസ് ചെയ്ത രീതി കാണാം. ബ്യൂട്ടിഫുൾ ഗോൾ മാൻ. അതിൽ വിനി ജൂനിയർ ഒന്ന് ഓഫ് സൈഡ് ഏരിയയിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒബ്ലാക്കിൻ്റെ വിഷൻ തടയുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ചില അത്ലറ്റിക് മാഡ്രിഡ് ആരാധകർ ട്വിറ്ററിലൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവിടെ ഒരു വിഷൻ തടഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ടും അങ്ങോട്ടേക്ക് തന്നെ ഒബ്ലാക്കിന് ചാടാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഗോള് മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന തരത്തിലുള്ള ഗോളായിരുന്നു. കാരണം ഒരു ഫ്രസ്ട്രേഷൻ പീരീഡിലൂടെ റയൽ മാഡ്രിഡ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഔട്ട് ഓഫ് ബ്ലൂ, ഔട്ട് ഓഫ് നോവെയർ ആ ജാതി ഗോള് നമ്മുടെ ചങ്ങായി അടിക്കുന്നത്. ബ്രഹീം ഡിയാസ് എന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ, ഒരു യെല്ലോ കാർഡ് അദ്ദേഹത്തിന് കിട്ടിയ സെലിബ്രേഷൻ നടത്തിയത്. കാരണം എന്ന് വെച്ചാൽ ആ കൂട്ടത്തിലേക്ക് റയൽ മാഡ്രിഡ് ആരാധകരുടെ ഇടയിലേക്ക് പോയിട്ട് ഞാൻ നിങ്ങളുടെ ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ, അതൊരു ഫാന്റാസ്റ്റിക് സെലിബ്രേഷനാണ്. ഒരു യെല്ലോ കാർഡ് വാങ്ങണമെങ്കിൽ ഇങ്ങനെ വാങ്ങുന്ന നല്ലത്. യെല്ലോ കാർഡ് വാങ്ങുന്നതിന് ഒരാളും എന്താ പറയുക പ്രോത്സാഹിപ്പിക്കില്ല അത് വേറെ കാര്യം. കാരണം അതിന് ഹ്യൂജ് ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അഥവാ ഇനി വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ വാങ്ങുന്നതാണ് നല്ലത്. കാരണം ആരാധകരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ടല്ലേ അത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അത് കുറച്ച് വേണമെങ്കിൽ നമുക്ക് സഹിക്കാം. പക്ഷെ അത് മത്സരത്തിൽ പിന്നീട് ഒരു ചാലഞ്ച് നടത്തി ഒരു സെക്കൻഡ് യെല്ലോ കിട്ടിയിരുന്നെങ്കിൽ അത് ചിലപ്പോൾ പണിയായിപ്പോനെ. എന്നാലും അത് ആരാധകർ ക്ഷമിക്കുമായിരിക്കും അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ പോലും. കാരണം അതൊരു ഫാന്റാസ്റ്റിക് ഗോളായിരുന്നു. അതെന്താ പറയുക, അതിലുള്ള ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അപാരമാണ്. മെൻഡിക്ക് അവിടെ അസിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. മെൻഡിയുടെ മൂവ്മെൻ്റ് അവിടെ നല്ലതായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനത്തെ കുറേ അസിസ്റ്റുകൾ ഉണ്ടാവും അല്ലേ. ആ ഗോളിൽ ബ്രഹീം ഡിയാസിൻ്റെ പണി എത്രത്തോളമാണ്, അസിസ്റ്റിൻ്റെ പണി എത്രത്തോളമാണ്. എന്തായാലും അങ്ങനെ 2-1 ആകുന്നു. അതിനുശേഷം പിന്നെ അത്ലറ്റിക് മാഡ്രിഡ് ആദ്യം ഒരു ഗോളിന് പുറകിൽ പോയപ്പോൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഗോളിന് പുറകിൽ പോയതിന് ശേഷം പിന്നെ അവർക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡിയേഗോ സിമിയോണി ഒന്ന് ഭയന്നു. കാരണം ആ ഭയം അതാണ് സാന്റിയാഗോ ബെർണബ്യൂ ഈ ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ, യൂറോപ്യൻ രാത്രികളിൽ ഒപ്പോസിഷൻ ടീമിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇടുന്നൊരു സംഭവം, ആ ഭയം അല്ലേ. അതുകൊണ്ട് ചങ്ങായി പിന്നെ എന്താണ് ഏത് രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ലാതാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അതായത് നമ്മൾ റിയാക്ട് ചെയ്യണോ അതോ ഈ 2-1 എന്നുള്ള സ്കോറിൽ തന്നെ നിർത്തിക്കൊണ്ട് മെട്രോപൊളിറ്റനിൽ കൊണ്ടുപോകണോ എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതേ സംബന്ധിച്ചോളം അദ്ദേഹം ആ 2-1 എന്നുള്ള രീതിയിൽ ഇനി 3-1 ആക്കാതിരിക്കാനുള്ള ഒരു ശ്രമം അത്ര മാത്രമേ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ ഈ 2-1 നമുക്ക് നോക്കാം എന്ത് നമുക്ക് മെട്രോപൊളിറ്റനിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. ആ ഒരു ഡിസിഷനിലേക്കാണ് അദ്ദേഹത്തിൻ്റെ. ഇതോടൊപ്പം തന്നെ ഈ ഗോൾ അടിച്ചതിന് ശേഷം 62-ാമത്തെ മിനിറ്റിലെങ്ങാനല്ലേ മോഡ്രിച്ചിനെ കൊണ്ടുവരാനുള്ള കാർലോ അഞ്ചലോട്ടിയുടെ തീരുമാനം വളരെ വളരെ മികച്ച തീരുമാനമായിരുന്നു. കമവിംഗയെ പിൻവലിക്കുന്നു. കമവിംഗയ്ക്ക് കൺട്രോൾ മിഡ്ഫീൽഡ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ലുക്കിറ്റ വരികയാണ്, 39 വയസ്സുള്ള ചെറുപ്പക്കാരൻ ചങ്ങായി വരുന്നു, കൺട്രോൾ ചെയ്യുന്നു. എത്ര അനായാസമായിട്ടാണ് ചങ്ങായി ആ മിഡ്ഫീൽഡിൽ ഒരു നോക്കൗട്ട് മത്സരത്തിൽ മാഡ്രിഡ് ഡാബിയിൽ 39-ാമത്തെ വയസ്സിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തത്. ഗ്രേറ്റ് ഇമ്പാക്റ്റാണ് ബെഞ്ചിൽ വന്നിട്ട് മോഡ്രിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ലുക്കിറ്റ സെൻസേഷൻ ഫുട്ബോളറാണ്. എത്ര തവണ കണ്ടതാണ് ചങ്ങായി ഈ സംഭവങ്ങളൊക്കെ അല്ലേ, എത്ര തവണ കണ്ടതാണ്. അതേ സംബന്ധിച്ചോളം ഇതൊക്കെ ഒരു പരിപാടിയാണോ, ഇതൊക്കെ എത്ര കണ്ടതാ. എന്തായാലും അങ്ങനെ ആൾ വരുന്നു, കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. റയൽ മാഡ്രിഡ് പിന്നെ പൊസഷനും കാര്യങ്ങളും കൂടുതൽ കൈകാര്യം ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിൽ ഏറ്റവും കൂടുതൽ പൊസഷൻ റയൽ മാഡ്രിഡിനാണ് ഉണ്ടായിരുന്നത്. അവർ 57% പൊസഷൻ സെക്കൻഡ് ഹാഫിൽ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. കൂടുതൽ അറ്റംപ്റ്റുകൾ റയൽ മാഡ്രിഡ് നടത്തുന്നു. സെക്കൻഡ് ഹാഫിൽ 8 അറ്റംപ്റ്റുകൾ റയൽ മാഡ്രിഡ് നടത്തി. 3 അറ്റംപ്റ്റുകൾ മാത്രമേ പിന്നെ സിമിയോണി ടീം സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ആ ഒരു ആന്റ്വാൻ ഗ്രീസ്മാൻ്റെ അറ്റംപ്റ്റാണ് അത്. പിന്നെ ജൂലിയാനോ സിമിയോണി ആന്റ്വാൻ ഗ്രീസ്മാന് പാസ് കൊടുക്കുന്നു. ആന്റ്വാൻ ഗ്രീസ്മാന് ആ ബോക്സിൻ്റെ പുറത്ത് ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ ബോൾ റിസീവ് ചെയ്തിട്ട് ബോക്സിലേക്ക് കണ്ട് കടക്കുകയാണ്. നല്ല രീതിയിൽ അദ്ദേഹം കടക്കുന്നു. എന്നിട്ട് പക്ഷേ ആംഗിൾ വളരെ ടൈറ്റാണ്. അദ്ദേഹം ഒരു ക്രോസ് ബാർ ഷോട്ട് എന്നുള്ള രീതിയിൽ അടിക്കുകയാണ്. അത് കോർട്ടുവ സേവ് ചെയ്തു. ആ സേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അല്ലെങ്കിൽ അൽവാരസ് ലേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പുറകിൽ എന്നുള്ള കാര്യം ഓർക്കണം. അത് മാത്രമാണ് അവരുടെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താണ് അവരുടെ സബ്ബുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
കോണ ഗാലഗറിനെയും അതേപോലെ തന്നെ നഹുൽ മൊലിനെയും കൊണ്ടുവരുന്നു. ആദ്യം ആ 2 ചേഞ്ചസ് വരുത്തുന്നു. അപ്പോൾ അത് ലോറൻറ്റെ റൈറ്റ് ബാക്കിൽ നിന്നും റൈറ്റ് മിഡ്ഫീൽഡറാക്കി മാറ്റാനുള്ള ശ്രമം. പിന്നെ സാമുവലിനെ മാറ്റിയിട്ട് ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടാണ് കോണ ഗാലഗറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഷേപ്പ് ആ ഒരു 4-4-2 തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ ചങ്ങായി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഡിഫൻഡറിനെ കൊണ്ടുവരികയാണ്. അത് ആന്റോയിൻ ഗ്രീസ്മാനെ പിൻവലിക്കാനുള്ള തീരുമാനം എടുക്കുന്നു. എന്നിട്ട് ലെനോർമാനെ കൊണ്ടുവന്നിട്ടാണ്. അതോടുകൂടി എന്താണ് ആ ഒരു 3 at the back അല്ലെങ്കിൽ ഓഫ് ദ ബോൾ 5 at the backലേക്ക് നീങ്ങാനുള്ള ആ ഒരു ശ്രമമാണ് അത്ലറ്റിക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഒരു സൂചനയായിരുന്നു ഈ ഒരു സ്കോർ ലൈനിൽ തന്നെ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളത്, അറ്റാക്ക് ചെയ്യേണ്ട എന്നുള്ളത്. പക്ഷേ പിന്നെ അവിടുന്ന് 2 ചേഞ്ചസ് കൂടി വരുത്തി. ആംഗൽ കുറിയെയും അതേപോലെ തന്നെ സൊർലോത്തിനെയും കൊണ്ടുവരുന്നു. ഇത് 75ാമത്തെ മിനിറ്റിലാണ്. പക്ഷേ ഡിപ്പോളിനെയും ബാരിയോസിനെയും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പോളാണ് പിന്നെ അവരുടെ ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു എഞ്ചിൻ പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ബാരിയോസും മോശമില്ലാത്ത രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ 2 പേരെയും പിൻവലിച്ചു കൂടിയിട്ട് എന്താ സംബന്ധിച്ചാൽ കണക്ടർ ഇല്ലാതെ കളിക്കേണ്ട ഒരു സിനാരി വന്നു, ലിങ്ക് മാൻ ഇല്ലാതെ കളിക്കേണ്ട ഒരു സിനാരി വന്നു. ശരിയാണ്. പിന്നീട് സൊർലോത്തിനെയും ആംഗൽ കുറിയെയും കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കിംഗ് പ്ലെയേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആംഗൽ കുറിയ, സൊർലോത്ത്, അൽവാരസ് ഗ്രൗണ്ടിലുണ്ട്. പക്ഷേ ഇവരെ കണക്ട് ചെയ്ത് കളിപ്പിക്കാനായാലും വേണ്ടേ? അതില്ലാത്തൊരു പ്രശ്നം. ആന്റോയിൻ ഗ്രീസ്മാൻ ഇല്ല, ഡിപ്പോൾ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ആ സൈഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ട് പിന്നെ ഒന്നും ക്രിയേറ്റ് ചെയ്യാനൊന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ പിന്നെ റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ അവർക്ക് കംപ്ലീറ്റ് ആ ഒരു ടൈൽ തന്നെ ഒരു വലിയ തോതിലുള്ളൊരു അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ഒരു അവസരം ഇഞ്ചുറി ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ചേഞ്ചസ് കാർലോ അൻചെലോട്ടിയും വരുത്തിയിട്ടുണ്ടായിരുന്നു. ആൾ ഫെഡെ വാൽവെർദെ പിൻവലിക്കുന്നു. 100% ഫിറ്റ് അല്ല ഫെഡെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് വാസ്കസ് റൈറ്റ് ബാക്കിൽ വരുന്നു. അത് എക്സ്പ്ലോറ്റ് ചെയ്യാനൊന്നും അത്ലറ്റിക് മാഡ്രിഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വേറെ കാര്യം. പിന്നെന്താ, എൻട്രിക്കിനെ കൊണ്ടുവരുന്നു. ബ്രഹീം ഡിയാസിനെയും ആ ലേറ്റായിട്ട് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. 89ാം മിനിറ്റിൽ ബ്രഹീം ഡിയാസൊക്കെ ഡിഫെൻസീവിലും ഒടുക്കത്തെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹീം ഡിയാസ് മോശമില്ലാത്ത രീതിയിൽ ആ ജൂഡ് ബെല്ലിംഗാമിൻ്റെ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഡിഫെൻസീവിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അദ്ദേഹം കംപ്ലീറ്റ് കൊടുത്തിട്ട് ഗ്യാസ് ഔട്ട് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ടേണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സെക്കൻഡ് ഹാഫിൽ. ബോക്സിലേക്ക് കടക്കുന്ന സമയത്തുള്ള ആ ഒരു ടേൺ ഫാന്റാസ്റ്റിക് ടേൺ. അതൊന്നും പിടിച്ചാൽ കിട്ടുന്നതിനറിയില്ല. പക്ഷേ അത്ലറ്റികോ മാഡ്രിഡ് മോശമില്ലാത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു ബോക്സിൽ. പക്ഷേ ബ്രഹീം ഡിയാസ് ഫാന്റാസ്റ്റിക് ആയിട്ട് കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പിൻവലിച്ചിട്ടാണ് എൻട്രിക്കിനെ കൊണ്ടുവന്നായിരുന്നു. ഇനി ആ ഒരു ചാൻസ് 3-1 ആക്കാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു റയൽ മാഡ്രിഡിന്. അത് പിന്നെ ഇഞ്ചുറി ടൈമിൽ 3 മിനിറ്റ് ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നുള്ളൂ. അതിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് അത്ലറ്റിക് മാഡ്രിഡ് ഡിഫൻസിൽ നിന്നും ബോൾ പാസ് ചെയ്യുകയാണ്. ഹിമെനസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ മോശം ഡിസിഷനാണ്. ലോങ് ബോൾ കൊടുക്കുന്നതിന് പകരം ഷോർട്ട് പാസ് കൊടുക്കുന്നു. അത് കയറി വന്ന് പ്രസ് ചെയ്ത് വിൻ ചെയ്യുന്നത് മറ്റാരുമല്ല, വാസ്കസ് ആണ്. അദ്ദേഹത്തിൻ്റെ എനർജി അവിടെ അദ്ദേഹം യൂസ് ചെയ്യുന്നു. അതിന് ശേഷം അത് കിലിൻ എംബാപ്പയിലേക്ക് എത്തുകയാണ്. കിലിൻ എംബാപ്പയിലേക്ക് എത്തുമ്പോൾ ഈ അത്ലറ്റിക് മാഡ്രിഡ് ഡിഫൻസൊക്കെ ട്രാപ്പാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ റിക്കവറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോക്സിൽ വിനി ജൂനിയർ ഉണ്ട്. ഈസി കട്ട് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 3-1 ആക്കാനുള്ള സുവർണ്ണ അവസരം വന്നു ചേർന്നതിനെ വിനി ജൂനിയർ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്. പക്ഷേ ആ കട്ട് ബാക്ക് അത്ര നല്ലതായിരുന്നില്ല. അപ്പോഴേക്കും ലോറൻറ്റെ വന്നിട്ട് ഫാന്റാസ്റ്റിക് ഇൻ്റർവെൻഷൻ നടന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു എന്താ പറയുക, എംബാപ്പയെ സംബന്ധിച്ചോളം ആ ഒരു സീക്വൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അത്ര നല്ലൊരു കളിയേ ആയിരുന്നില്ല എന്നുള്ളത്. അത് കിൽ ഓഫ് ചെയ്യാനുള്ള അവസരമായിരുന്നു. എന്നിട്ടും ബോൾ അദ്ദേഹത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ആ സീക്വൻസ് തന്നെ. എന്നിട്ട് അവിടെ നല്ല രീതിയിൽ അത് മോഡ്രിച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലുക്കിറ്റയുടെ ഷോട്ട് പക്ഷേ ഒബ്ലാക്കിൻ്റെ കയ്യിലേക്ക് നേരെ പോകുന്നൊരു സിനാരി നമ്മൾ കണ്ടത്. പക്ഷേ അവിടെ ഇനീഷ്യലി ആ ബോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ടത് മിനി ജൂനിയർക്ക് കൊടുത്തിരുന്നെങ്കിൽ മിനി ജൂനിയർക്ക് ഒരു ടാപ്പിൻ ഗോൾ അടിച്ചിട്ട് 3-1 ലീഡ് കൊടുക്കാനുള്ള സുവർണ്ണ അവസരമായിരുന്നു. അത് ഇനി വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ടൈൽ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡിലേക്ക് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ 3-1 ആയിട്ട് മെട്രോപൊളിറ്റനിലേക്ക് പോകുന്നതും 2-1 ആയിട്ട് മെട്രോപൊളിറ്റനിലേക്ക് പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അല്ലേ. 3-1 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണ് അത്ലറ്റിക്കോ സംബന്ധിച്ചോളം കാര്യമായിട്ടുള്ള കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇതിപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, ചെറിയൊരു ബിലീഫ് ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചോളം എന്താണ്, അവരുടെ ഏറ്റവും മികച്ച ഗെയിം കളിക്കേണ്ടി വരും. എന്നാലേ അവർക്ക് ഈ ഒരു പിന്നെ ഡെഫിസിറ്റ് മറികടന്നുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പക്ഷേ 3-1 ആയിരുന്നെങ്കിൽ അവർക്ക് ഒരു ബിലീഫ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ലറ്റിക്കോ സംബന്ധിച്ചോളം ഗെത്താഫെയാണ് അവരുടെ അടുത്ത മത്സരം ലാ ലീഗയിൽ. റയലിനെ സംബന്ധിച്ചോളം ഒരു ചിന്ന മാഡ്രിഡ് ഡാബി ഉണ്ട് റയോ വയക്കാനക്കെതിരെ. അത് സാന്റിയാഗോ ബെർണബേയിൽ വെച്ചിട്ടാണ്. നമുക്കറിയാം ലാ ലീഗയിൽ ഒരു കില്ലൻ ടൈറ്റിൽ റേസ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മത്സരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇനി ഫെഡയ്ക്ക് റെസ്റ്റ് കൊടുക്കുമോ കണ്ടറിയാം. എന്താണ് സിമിയോണി ചെയ്യാൻ പോകുന്നത്? ചിലപ്പോൾ സൊർലോത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അൽവാരസിന് റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സാന്റിയാഗോ ബെർണബേയും ചാമ്പ്യൻസ് ലീഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റയലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊമെൻറ്റ്സ് മതി. ആ മൊമെൻറ്റ്സ് അവരെ ഫൈനൽ വരെ എത്തിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്.
കപ്പ് അടിപ്പിച്ച് കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാതെ എന്താണ് ത്രൂ ഔട്ട് ദ 90 മിനിറ്റ്സ് ഡോമിനേറ്റ് ചെയ്ത് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല റയലിനെ സംബന്ധിച്ചിടത്തോളം. അവർക്കറിയാം എപ്പോഴാണ് ആ പ്രഹരം ഏൽപ്പിക്കേണ്ടത്. അത് കൃത്യസമയത്ത് ആണി അടിച്ചു കൊടുക്കുന്ന പോലെ അടിച്ചു കൊടുക്കും ആ കോഫിനിൽ. എന്നിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതൊരു സ്പെഷ്യൽ ക്ലബ്ബാണ്, ഇതൊരു മിറാക്കിൾ ക്ലബ്ബാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ സ്റ്റിൽ സെക്കൻഡ് ലെഗ് ബാക്കിയുണ്ട്. അപ്പോൾ അത്ലറ്റിക്കുമായിട്ടൊന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് നടന്നിട്ടില്ല. ഇനി സെക്കൻഡ് ലെഗിൽ ഇത് കാണാൻ സാധിക്കുമെന്നത് കണ്ടറിയാം. അഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.